ചേട്ടാ, ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോൾ പൊതുവിൽ വിശ്വസിക്കപ്പെട്ടു, അല്ലെങ്കിൽ കരുതപ്പെട്ടു, അവരുടെ രാഷ്ട്രീയ വിങ്ങായ SDP നിരോധിക്കുമെന്ന്. പിന്നീടാണ് പറയുന്നത് അത് SDP എന്ന് പറയുന്നത് ജനപ്രാതിനിധ്യ നിയമപ്രകാരം ഉണ്ടാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയാണ്, അങ്ങനെ നിരോധിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ ടെറർ ലിങ്ക് എന്ന് പറയുന്നത് തെളിയിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ED നടത്തിയ അന്വേഷണത്തിൽ ഇത് രണ്ടും ഒന്നാണ്. ഇതിനകത്ത് ക്രോസ് മെമ്പർഷിപ്പ് ഉണ്ട്. ഇവിടുത്തെ മെമ്പർമാർ തന്നെയാണ് അവിടുത്തെ മെമ്പർമാർ. SDP സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്, നയം തീരുമാനിക്കുന്നത്, പണം കൊടുക്കുന്നത് പോപ്പുലർ ഫണ്ടാണെന്ന് ED കണ്ടെത്തിയെന്ന് ED തന്നെ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ലിങ്ക് വ്യക്തമായില്ലേ, നടപടി ഉണ്ടാകുമോ? വളരെ പതുക്കെ ഉണ്ടാവുള്ളൂ, വളരെ പതുക്കെ. ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ ഒരുപാട് കടമ്പകളുണ്ട്. റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് വെച്ചിട്ടും ഈ സംഘടിക്കാനുള്ള അവകാശം, ബേസിക് മൗലികാവകാശമുണ്ട് ഭരണഘടനയിലെ. ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കുക, സംഘടിക്കുക, ഇതൊക്കെ നിങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളാണ്. അപ്പോൾ ആ സംഘടന പൊളിറ്റിക്കൽ സംഘടനയായി കഴിയുമ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റും കൂടെ അതിനകത്ത് ആപ്ലിക്കബിൾ ആകുന്നു. ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് നിരോധിക്കാൻ. ഈ ചോദ്യം ആദ്യം ഉയർന്നു വന്നത് BJP നിരോധിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. നമ്മളുടെ അയോധ്യ സംഭവത്തെ തുടർന്ന് സകല പാർട്ടികളും BJPയെ നിരോധിക്കണം, വർഗീയ പാർട്ടിയാണ്, ക്ലിയർ വർഗീയത കളിച്ചു, രഥയാത്ര നടത്തി, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നിയമവിരുദ്ധമായ പ്രവൃത്തികൾക്ക് ആൾക്കാരെ സംഘടിപ്പിച്ചു, നിയമവിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്തു, നിരോധനാജ്ഞ നിലവിലിരിക്കുന്നിടത്ത് ആൾക്കാരെ കൂട്ടി, എന്തെല്ലാം സകലവിധ അപരാധങ്ങളും ചെയ്തത് BJPയാണ്. BJPയെ നിരോധിക്കാൻ ആലോചിച്ചു. പക്ഷേ അന്നും നിയമജ്ഞർ പറഞ്ഞു, നിങ്ങൾക്ക് ഈ പാർട്ടിയെ നിരോധിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് മറ്റേ ആക്ഷൻ എടുക്കാൻ, അവരുടെ നേതാക്കളെ അറസ്റ്റ് ചെയ്യുക, അത് ഇതൊക്കെ ചെയ്യാം, ബട്ട് പാർട്ടി ആസ് സച്ച് നിരോധിക്കാൻ ഇതൊന്നും പോരാ. ലീഗലി ആ നിരോധനം നിലനിൽക്കില്ല. മാത്രമല്ല, നിരോധിച്ചു കഴിഞ്ഞാൽ വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വരുന്ന സ്വഭാവം സംഘടനകൾക്കുണ്ട്, എല്ലാ സംഘടനകൾക്കുമുണ്ട്, പോപ്പുലർ ഫ്രണ്ടടക്കം എല്ലാവർക്കും ഉള്ളതാണ്. നിരോധിച്ച ഒരു സാധനത്തെ ആരും ഇല്ലാതെ ആക്കിയിട്ടില്ല. ഇപ്പോൾ സിമി നിരോധിച്ചു, സിമി എന്നുള്ള പേരില്ലാതെയായി, ബട്ട് ആൾക്കാർ മറ്റു രീതിയിൽ സംഘടിക്കുകയും വേറെ സംഘടന ഉണ്ടാകും. അപ്പോൾ അത് നിരോധിച്ചു. അപ്പോൾ ഇവർ വേറെ സംഘടനയൊക്കെ ഉണ്ടാക്കി റീഗ്രൂപ്പ് ചെയ്ത്, കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ, റീഗ്രൂപ്പ് ചെയ്ത് അവർ വരും. അപ്പോൾ നിങ്ങളുടെ പൊളിറ്റിക്കൽ ഉദ്ദേശവും നടക്കില്ല, ലീഗലി നിങ്ങൾ തോറ്റുപോവുകയും ചെയ്യും. ഇതാണ് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാനുള്ള തടസ്സം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ഇവർ തമ്മിലുള്ള ലിങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഇവർക്ക് കാശ് കൊടുത്തിട്ടുണ്ട്, ഇവരെ കാശ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ, പോപ്പുലർ ഫ്രണ്ട് ഇല്ലീഗലി സംഭരിച്ച പണം ചെലവഴിച്ചിരിക്കുന്നത്, ഒരു പരിധിവരെ വെളുപ്പിച്ചിരിക്കുന്നത് SDP-ക്കാണ്. 3.25 കോടി രൂപയാണ് ED ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ 29 ബാങ്ക് അക്കൗണ്ടുകളിലായി 262 കോടി രൂപ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്ന് ED പറയുന്നതായിട്ട് വാർത്തകൾ വരുന്നുണ്ട്. മിനിഞ്ഞാന്ന് വന്ന വാർത്തയിൽ, ഇന്നത്തെ ഇവർ ഇട്ട ECIR ഉണ്ടല്ല, പോലീസ് FIR എന്ന പോലെ ED ECIR ആണ് രജിസ്റ്റർ ചെയ്യുന്നത്. ആ രജിസ്റ്റർ ചെയ്ത് ECIR-ൽ പ്രാഥമികമായിട്ട് അവർ കണ്ടെത്തിയ തുക 3.75 crores ആണ്. അങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള കേസിൽ ഇങ്ങനെ ഫൈസിയെ അറസ്റ്റ് ചെയ്തത്. ബട്ട് ദെൻ അപ്പോഴും ഈ സംഘടനയെ മൊത്തം നിരോധിക്കാനുള്ള ഒരു കാരണം ആകുന്നില്ല. അത് റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് വെച്ചിട്ട് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി തടയാനുള്ള ഒരു കാരണമാണ്. അല്ല, അവർ ഈ CC ചെയ്ത മിനിറ്റ്സിൽ പോപ്പുലർ ഫ്രണ്ട് മിനിറ്റ്സ് ബുക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് SDP-യുടെ ദൈനംദിന കാര്യങ്ങൾ, പ്രത്യയശാസ്ത്ര നിലപാട്, സ്ഥാനാർത്ഥികളുടെ തീരുമാനം, ഇതെല്ലാം അവരാണ് തീരുമാനിക്കുന്നതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. തീരുമാനിക്കുന്നതെന്നല്ല എഴുതി വെച്ചത്, ഇന്ന രീതിയിൽ വേണം എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശം രണ്ട് പാർട്ടികളും ഇരുന്നിട്ട് സൈൻ ചെയ്തു. ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെ, അയാളുടെ ബന്ധമുള്ളതുകൊണ്ടാണല്ലോ. ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ലീഗലി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടില്ല. SDP-യും ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ലീഗലി എസ്റ്റാബ്ലിഷ് ചെയ്തതിനകത്ത് ഒഫൻസ് എന്താ? ബന്ധം എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് കുറ്റമാകുന്നില്ല. കുറ്റം ഉണ്ടാവണ്ടേ, അതിൽ ഒഫൻസ് ഉണ്ടാവണ്ടേ. ലീഗൽ പ്രശ്നം അതാണ്. ആളുകൾ നോക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം മോറൽ, അവരൊക്കെ ഒന്നല്ലേ എന്ന്. ശരി, അവരൊക്കെ ഒന്നാണ്, അതിൽ കുറ്റം എന്താ? അല്ല, അവർ ഒന്നായിരിക്കുന്ന അതിൻ്റെ മാതൃപേടകം
നിയമവിരുദ്ധമാണ്, ഭീകര സ്വഭാവമുള്ളതാണെന്ന് നമ്മൾ കണ്ടെത്തി. അതുകൊണ്ട് മാതൃപേടകത്തിന് നേരെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ബാക്കി സംഘടനകളെ നിരോധിച്ചു. ക്യാമ്പസ് ഫ്രണ്ട്, പിന്നെന്താ ട്രസ്റ്റ്, അങ്ങനെ ഇതൊക്കെ ഒരുപാട് സാധനത്തെ നിരോധിച്ചു. ബട്ട് SDPI നിരോധിച്ചില്ല. SDPI പൊളിറ്റിക്കൽ ഫ്രണ്ട് ആയതുകൊണ്ട് പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കുറേ അധികം സ്വാതന്ത്ര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ED ചെയ്തിരിക്കുന്നത് എന്താ? ED കേസിലാണ് ഇത് ചെയ്തിരിക്കുക, രാജ്യദ്രോഹ കുറ്റത്തിനല്ല. അത് ഇടിക്ക് ചെയ്യാൻ പറ്റില്ല. കള്ളപ്പണം വെളുപ്പിച്ചു എന്നുള്ള കുറ്റം. കള്ളപ്പണം എങ്ങനെ കള്ളപ്പണമായി? പോപ്പുലർ ഫ്രണ്ട് ഇല്ലീഗലായിട്ട് സമാഹരിച്ച പണം, അത് കുഴൽ പണമാകാം, മറ്റേതെങ്കിലും രീതിയിൽ കള്ളക്കടത്തോ കള്ളനോട്ടടിയോ വാട്ടെവർ ഇറ്റ് ഈസ്, ഒരു ക്രൈമിൽ നിന്ന് ഉത്ഭവിച്ച പണം. ആ പണം ഇവർ വഴി വെളുപ്പിച്ചു, കോൺഡ്യൂട്ടി വരാണ്. അപ്പോൾ ഇവർ കുറ്റക്കാരായി, ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്ത ആൾക്കാർ. അപ്പോൾ അതൊരു എക്കണോമിക് ഒഫൻസായിട്ട് നിൽക്കുന്നുള്ളൂ ഇപ്പോഴും. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ നിരോധിക്കാൻ അതിനകത്തെ അതിൻ്റെ തലപ്പത്തുള്ളവരോ ഇടയിലുള്ളവരോ ഒക്കെ ചെയ്ത എക്കണോമിക് ഒഫൻസ് കാരണമാക്കാമോ? അതൊരു നിയമപ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് SDPI നിരോധിക്കണമെങ്കിൽ വളരെ പതുക്കെ ആയിരിക്കും നിരോധിക്കുക. SDPI വലിയൊരു പാർട്ടിയൊന്നുമല്ല. നിരോധിച്ചാൽ ഒരു പക്ഷേ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ പോവുകയൊക്കെ ചെയ്യും. അവരെ പേഴ്സണലി ഫൈറ്റ് ചെയ്യേണ്ടേക്ക് വരും. പക്ഷേ അത് വലിയൊരു പ്രസിഡൻസ് ആയിരിക്കും. ഭാവിയിൽ ആർക്കും ചെയ്യാം. നമ്മുടെ നാട്ടിൽ നോക്കിയോ, ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ നിരോധിച്ചത് 1948 അവരുടെ കൽക്കട്ട തീസിസിനെ തുടർന്ന് അവരെ നിരോധിച്ചതാണ്. പിന്നെ നിരോധനം പിൻവലിച്ചു. എൻ്റെ ഓർമ്മയിൽ അതാണ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ നിരോധിച്ച ചരിത്രം. വേറെ നാളിതുവരെ എന്തെല്ലാം ബഹളം ഉണ്ടായിക്കഴിഞ്ഞാലും പൊളിറ്റിക്കൽ പാർട്ടിയെ നിരോധിച്ചിട്ടില്ല. ഇവരെ അവിഭക്ത CPI അവരെ നിരോധിക്കുമ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് നിലവിലുണ്ടോ എന്നെനിക്ക് സംശയമാണ്. സബ്സീക്വൻ്റ്ലിയാണ് RPI ആക്ട് വരുന്നത്. ഏതായാലും അന്ന് ഇവർ ഈ പോലീസ് സ്റ്റേഷൻ ആക്രമണം, ഇവർ ഈ ഗ്ലോറിഫൈ ചെയ്യുന്ന പോലീസ് സ്റ്റേഷൻ ആക്രമണമില്ല, ഇടപ്പള്ളി എന്ത് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ലോക്കപ്പ് തുറന്ന് പ്രതികളെ തുറന്നു വിടുക. കാരണം ഭരണകൂടം പ്രവർത്തിക്കുന്നത് പോലീസ് സ്റ്റേഷനിലൂടെയാണ്. അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചടക്കി കഴിഞ്ഞാൽ ഭരണകൂടം പിടിച്ചടക്കാം. ഇതായിരുന്നു രണദേവിയുടെ തീസിസ്. അതനുസരിച്ച് ഇവർ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ പോയി. ആക്രമിക്കുമ്പോൾ പോലീസുകാർ തിരിച്ചു ആക്രമിക്കുമല്ലോ. ആരെങ്കിലുമൊക്കെ കൊല്ലുകയും ചാകുകയൊക്കെ ചെയ്ത് അവർ ഹീറോസായി. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതിൻ്റെ ഹീറോയിസം, അവർ രക്തസാക്ഷികളാണ്, അവർ വലിയ ആൾക്കാരാണെന്ന് പറഞ്ഞ് കൊണ്ടാടുന്നു. ഇത് ഈ നാട്ടിലല്ലാതെ വേറെ ഒന്നും നടക്കില്ല. ഞാൻ ചേർത്തലയിൽ വർഗീസ് ചേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു CPI കാരനുണ്ടായിരുന്നു. മരിച്ചു കാണും. ഞാൻ കാണുമ്പോൾ തന്നെ നല്ല പ്രായമാണ്. അപ്പോൾ അങ്ങേരന്ന് ഈ അവിടുത്തെ ചേർത്തല പോലീസ് സ്റ്റേഷൻ ആക്രമണം കഥ എന്നോട് പറയും. പോലീസ് സ്റ്റേഷൻ എടപ്പള്ളിയിൽ മാത്രമല്ല വ്യാപകമായിട്ട് ആക്രമിക്കപ്പെട്ടു. ഇപ്പോൾ ചേർത്തല പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനായിട്ട് 25 പേരെ തീരുമാനിച്ചു. വന്നപ്പോൾ 7 പേരേ ഉള്ളൂ. ബാക്കിയുള്ളവർ പേടിച്ച് മാറി. ഈ 7 പേര് കൂടി പോലീസ് സ്റ്റേഷനിൽ കയറുക, പോലീസുകാരൻ്റെ കയ്യിൽ നിന്ന് താക്കോല് തട്ടിപ്പറിക്കുക, ലോക്കപ്പ് തുറക്കുക. ലോക്കപ്പിൽ ആരെങ്കിലും ഒരാൾ 1-2 പേരുണ്ടാവും. അവരിറങ്ങി പോയാൽ പോയി, പോയില്ലെങ്കിൽ പോയില്ല. ഇതാണ് സമരം. ഇവരവിടെ പോയി കഴിയുമ്പോൾ പോലീസുകാരൻ തൂണും ചാരിയിരുന്ന് ഉറങ്ങുന്നു. തോക്കിങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്, കൈ ഇങ്ങനെ മറഞ്ഞിരിക്കുന്നു, കൈക്കുള്ളിൽ താക്കോലുണ്ട്. അപ്പോൾ എളുപ്പമായി ഇവർ പോയി കയ്യിൽ നിന്ന് ഈ താക്കോലെടുക്കുകയും ഇയാൾ ഈ താക്കോലിൻ്റെ റിങ് അത് വിരലിൽ കൊളുത്തിയിട്ടിരുന്നു. താക്കോൽ പൊക്കിയപ്പോൾ കൈ ഒന്ന് പൊങ്ങി. കൈ പൊങ്ങി കഴിഞ്ഞപ്പോൾ ഇയാൾ ആറാം ചോദിച്ച് ഇയാൾ തോക്കെടുത്തു. ഇവർ പരിഭ്രമിച്ചു പോയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാതെ തിരിച്ച് മുറ്റത്തേക്ക് ചാടി ഓടി പുറത്തേക്ക്. ആകെ നിരാശരായിപ്പോയി. ആക്ടിവിറ്റി ഒന്നും നടന്നില്ല, ആകെ കഷ്ടമായി. പിന്നെ കണിച്ചുകുളങ്ങരയിൽ ഉത്സവം നടക്കുന്നു. ആ ഉത്സവത്തിൽ പൊട്ടിക്കാനുള്ള വെടിക്കെട്ട് റെഡിയാക്കിയിരുന്നു. ഇത് മുന്നറിയിപ്പില്ലാതെ ഇവരിതിന് തീ കൊടുത്തു. അതിൽ 7 പേര് മരിച്ചു. അയ്യോ, അങ്ങനെ ആ വിപ്ലവം ഞങ്ങൾ നടത്തി. മോനെ, പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചില്ലെങ്കിൽ എന്താ, 7 പേരെ ഞങ്ങൾ കൊന്നു. വർഗീസ് ചേട്ടനോ വലിയ സങ്കടത്തോടെ പോയി. കാരണം കുറച്ച് കഴിയുമ്പോൾ ഇതിലൊക്കെ റിഗ്രറ്റ് തോന്നുമല്ല. റിഗ്രറ്റ് തോന്നാത്തവരുണ്ട് കേട്ടോ. വർഗീസ് ചേട്ടൻ അങ്ങനെ ആയിരുന്നില്ല. വർഗീസ് ചേട്ടൻ പറഞ്ഞു ഹിമാവാൻ ചെയ്തു. കാരണം അന്ന് ചെറുപ്പമായിരുന്നു, നിരാശരായി. ഒരു ഓപ്പറേഷൻ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിരാശയാണ്.
അപ്പം പിന്നെ എന്തെങ്കിലും ചെയ്യണം, സംതിങ് സബ്സ്റ്റാൻഷ്യൽ എക്സ്പ്ലോസീവ് അത് ചെയ്യണം തീരുമാനിച്ചു. അങ്ങനെയാണ് കടച്ചൂളങ്ങനെ വെടിക്കെട്ടിന് തീ വയ്ക്കുന്നത്. എനിവേ അങ്ങനെയൊക്കെ ചെയ്ത് ഹീറോ ഒക്കെ ആയതാണ്. പക്ഷേ അത് കഴിഞ്ഞ് ഇവർ നിരോധിക്കപ്പെട്ടു, പിന്നീട് നിരോധനം പിൻവലിച്ചു. ദാറ്റ് വാസ് ദ ഒൺലി സ്റ്റോറി. അതിനുശേഷം പാർട്ടികളെ നിരോധിച്ച് എൻ്റെ ഓർമ്മയിൽ വല്ല ലോക്കൽ പാർട്ടി എന്തൊക്കെ നിരോധിച്ച് കേട്ടിട്ടുണ്ട്, ഈ അടുത്തിടെ ആരോ പറഞ്ഞു കേട്ടു. ആയിരിക്കാം, വല്ല മാവോവാദിയോ അങ്ങനെയൊക്കെയുള്ള ആരെങ്കിലും ചെയ്തിരിക്കാം. അതല്ലാതെ ചെയ്തിട്ടില്ല. ഇതിലും ഒരുപാട് സമയവും പ്രൊസീജിയറും ഒക്കെ എടുക്കും. എവറി പോയിൻ്റ് അവർ ലീഗൽ ചലഞ്ച് കൊണ്ടുവരും. ഇപ്പോൾ ഇതും അവർ ഫൈറ്റ് ചെയ്യുമല്ലോ. വി ഹാവ് നോട്ട് ടേക്കൺ മണി. അവരിപ്പോഴും ഹോൾഡ് ചെയ്യുന്നത് ഈ മൊയ്തീൻ ഫൈസി, അദ്ദേഹം ഹോൾഡ് ചെയ്യുന്നത് നോ, ഞങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഒരുവിധ ബന്ധവുമില്ല, ഇതൊക്കെ കള റെക്കോർഡും കളക്കണക്കാണെന്നാണ് അയാൾ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ലീഗലി ഫൈറ്റ് ചെയ്യാൻ അവർക്ക് അവസരം കൊടുക്കണ്ടേ. സോ താമസിക്കും അത്. ബട്ട് ഇറ്റ് ഈസ് വെൽ നോൺ ദാറ്റ് നമ്മളുടെ സാധാരണ നമ്മുടെ ബോധ്യം മാത്രം പോരാ. ബോധ്യം ഇതാ, നമ്മുടെ ബോധ്യം പലപ്പോഴും കോടതിയിൽ നിൽക്കില്ല. ഈ PC ജോർജിൻ്റെ കേസ് എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മൾ കുറ്റമാണ് ഇതാണെന്നൊക്കെ വിചാരിക്കുന്നത് കോടതിയിൽ കുറ്റമല്ല. ശരിക്കും SDP-യെ നിരോധിക്കേണ്ട പാർട്ടിയാണോ? ലെഫ്റ്റ് മൈസെൽഫ് ഞാൻ നിരോധനത്തെ അനുകൂലിക്കുന്ന ആളല്ല. നിരോധനം പ്രയോജനമില്ലാത്ത ഒരു കാര്യമാണെന്നാണ് ഞാൻ എൻ്റെ ജീവിതാനുഭവം കൊണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. ദ പീപ്പിൾ റീഗ്രൂപ്പ് ഇൻ സം അതർ നെയിം, അത്രയേ ഉള്ളൂ. അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു, 5 വർഷത്തേക്കാണ് നിരോധനം കേട്ടോ. ഇപ്പോൾ 2027 തീരും അവരുടെ നിരോധനം. അതുകൊണ്ടാണ് നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ലിസ്റ്റിൽ അവരുടെ പേരില്ല. അങ്ങനെയാണ് ഒരു ജാമ്യ കേസിൽ കോടതി കമൻ്റ് അടിച്ചത്. അവർ ഇതല്ല, ടെററിസ്റ്റ് പാർട്ടി അല്ല, UAP ലിസ്റ്റിൽ അവരില്ല, ഷെഡ്യൂളിൽ അവരുടെ പേരില്ല. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ 5 വർഷത്തേക്കാണ് നിരോധിച്ചിരിക്കുന്നത്. 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ നിരോധനം നീക്കിയെന്ന് വരും. ഇവരുടെ അസസ്മെൻറ്റ് നടത്തിയിട്ട്, സെക്യൂരിറ്റി ഏജൻസികളുടെ അസസ്മെൻറ്റ് നടത്തിയിട്ട് ഇപ്പോൾ കുഴപ്പമില്ല അവർ പ്രവർത്തിച്ചോട്ടെ എന്ന് തോന്നിയാൽ നിരോധനം പിൻവലിച്ചു എന്നും വരും. അപ്പോൾ അത് 5 വർഷത്തേക്ക് നിരോധിച്ച പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ SDP-യെ നിരോധിച്ചു കഴിഞ്ഞാൽ എഗെയിൻ അതൊരു ലീഗൽ പ്രശ്നമാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യണം. ഞാൻ സാധാരണ കണ്ടിട്ടുള്ളതെല്ലാം ഈ പറഞ്ഞ ഈ റീഗ്രൂപ്പ് ചെയ്യുന്നതായിട്ടാണ്. അത് നമ്മൾ കാണുന്നുണ്ട് വേറെ പാർട്ടികളിലേക്ക് ഒരു. ഞാൻ കുറച്ചെങ്കിലും പ്രവർത്തിച്ചിട്ടുള്ളത് ബാക്കി വാചകമടിയുമായിട്ടും RSS ആണ്. അപ്പോൾ RSS 1948 നിരോധിക്കപ്പെട്ടു. എല്ലാവരും പറയും ഗാന്ധിവധം. ഗാന്ധിവധത്തിൻ്റെ പേരിലൊന്നുമല്ല RSSനെ നിരോധിച്ചത്. രഹസ്യപ്രവർത്തനം നടത്തുന്നു, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്നു, ഇതിൻ്റെ പേരിലാണ്. ആ നോട്ടിഫിക്കേഷനിൽ ആരും ഇതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻ്റ് എടുത്ത് നോക്കുകയില്ല. നോട്ടിഫിക്കേഷൻ ഗാന്ധിവധത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ 48 നിരോധിച്ചു. പിന്നെ ഇന്ദിരാഗാന്ധി 75 നിരോധിച്ചു അടിയന്തരാവസ്ഥയുടെ സമയത്ത്. പിന്നെ നരസിംഹറാവു അയോധ്യ സംഭവത്തിന് ശേഷം നിരോധിച്ചു. 3 നിരോധനങ്ങൾ കൊണ്ട് സംഘടന ശക്തിപ്പെടുകയല്ലാതെ ക്ഷീണിച്ചിട്ടില്ല. അത് തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. പിന്നെ സിമി നിരോധിച്ചു. അവർ റീഗ്രൂപ്പ് ചെയ്ത് പല സംഘടനകളിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് മദനിയുടെ ISS വന്നു. അയോധ്യ സംഭവത്തെ തുടർന്ന് ISS നിരോധിക്കപ്പെട്ടു. അപ്പോൾ NDF ആയി. ആ NDF കുറച്ച് മെച്ചുവേർഡായിട്ട് പോപ്പുലർ ഫ്രണ്ടായിട്ട് മാറി. ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചിരിക്കുന്നു. അവർ വേറൊരു ഫ്രണ്ട് ഉണ്ടാക്കും. അല്ല, ഇനി പോപ്പുലർ ഫ്രണ്ടാണേലും 5 വർഷം കഴിഞ്ഞ് തിരിച്ചു വരാനോ, തിരിച്ചു വന്നാൽ തന്നെ കൂടുതൽ കരുത്തോടെ വരാൻ സാധ്യതയുണ്ടെന്നാണോ TGയുടെ ഒരു നിരീക്ഷണം? തീർച്ചയായിട്ടും. നിരോധനം ആരെയും അങ്ങനെ ഇല്ലാതെ ആക്കുന്നില്ല. ആളുകൾക്ക് വാശി കൂടുകയും ഇതൊക്കെയാണ് ചെയ്യുന്നത്. അത് സൊസൈറ്റിയുടെ ഇടപെടൽ കൊണ്ടും രാഷ്ട്രീയ അന്തരീക്ഷം, സാമൂഹ്യ അന്തരീക്ഷം മാറ്റിമറിച്ച് വേണം ഇവരെ നേരിടാൻ. അല്ലാതെ സപ്രസ് ചെയ്യുന്നത് വലിയ ഗുണം ചെയ്യില്ല. പക്ഷേ ഇപ്പം നമ്മൾ നക്സലിസം ഇതുപോലെ നേരിട്ട ഒരു സാധനമാണ്. വളരെ ശക്തിയായിട്ട് നക്സലുകളെ നേരിട്ട് ഇപ്പോഴും നേരിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ അത് രൂപാന്തരം പ്രാപിച്ചപ്പോൾ വളരെ അപകടകരമായ മാവോയിസ്റ്റ് കമ്മ്യൂണിറ്റി സെൻറ്റർ. പക്ഷേ അതിനും ഡെഡ് ലൈൻ വെച്ചിട്ട് അടുത്ത മാർച്ച് 31 കൂടി ഫിനിഷ് ചെയ്യുമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. അതെ, അത് പറഞ്ഞു. ബട്ട് അറ്റ് വാട്ട് കോസ്റ്റ്?
ഹ്യൂജ് കോസ്റ്റ്. വലിയ തോതിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ടോ? അതിന് പകരം ഇപ്പോൾ നോക്കൂ, ഈ ജയപ്രകാശ് നാരായണൻ്റെ ഒരു മൂവ്മെൻ്റ് ഉണ്ടായി, ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാർ. അവരേകദേശം ഈ മാവോയിസ്റ്റ് പോലത്തെ ഏർപ്പാടായിരുന്നു. എല്ലാവരുടെ കയ്യിലും തോക്കുണ്ട്. ഇവർക്ക് ഇവരുടെ പ്രിൻസിപ്പിൾ വേറെ, മറ്റവരുടെ പ്രിൻസിപ്പിൾ വേറെ എന്നുള്ള ആക്ഷൻ ഒന്ന് തന്നെ, ആൾക്കാരെ വെടിവെച്ചു കൊല്ലുക അപ്പുറത്തും ഇപ്പുറത്തും. അപ്പം ഇവരെ സറണ്ടർ ചെയ്യാനായിട്ട് ജയപ്രകാശ് നാരായണൻ നിർബന്ധിച്ചു. ഒരുപാട് കൊള്ളക്കാർ സറണ്ടർ ചെയ്തു, ആയുധങ്ങളുമായിട്ട് വന്ന് സറണ്ടർ ചെയ്തു. അവരുടെ പേരിൽ ഇത് അവരെ ഓപ്പൺ ജയിലിൽ താമസിപ്പിക്കും. അങ്ങനെ ഒരു റിഫോം സ്റ്റൈലിലേക്ക് കൊണ്ടുപോയി. അങ്ങനെയാണ് ആ പ്രതിഭാസം അവസാനിച്ചത്. അല്ലെങ്കിൽ ചമ്പൽ കൊള്ളക്കാർ കൊള്ളക്കാർക്ക് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി ഉണ്ടായിരുന്നില്ല. ഇവർക്ക് അങ്ങനത്തെ ഒരു ഐഡിയോളജിയും കൂടെ ഉള്ള സ്ഥിതിക്ക് ഇവരെ ഇല്ലാതാക്കാൻ വലിയ പ്രയാസമാണ്. യു അഡ്രസ് ദാറ്റ് ഐഡിയോളജി. ആ ഐഡിയോളജിയെ ഇല്ലാതെയാക്കുക, ഐഡിയോളജിക്കൽ ബേസ് ഇല്ലാതെയാക്കുക, അത് ഓപ്പണായിട്ട് ചെയ്യുക. അത് ഓപ്പണായിട്ട് ചെയ്യാനുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അതിന് വേണ്ടത് ഈ പറഞ്ഞ നിങ്ങളുടെ മതവിമർശനമുണ്ടല്ലോ, മതനിന്ദ, അത് നടക്കണം സമൂഹത്തിൽ പച്ചയ്ക്ക് ഓപ്പണായിട്ട്. The book on which you are depending is totally hoax, it is wrong. ഇത് പറയാൻ മറ്റുള്ളവരും തയ്യാറാവണം. ഇസ്ലാമിലും ഒരുപാട് പേര് തയ്യാറാവും. പക്ഷേ ഇന്ത്യയിലെ നിയമം മതനിന്ദയും മതവിമർശനവും വിലക്കിയിട്ടുണ്ടോ? മതവിമർശനം വിലക്കിയിട്ടില്ല, മതനിന്ദ വിലക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഈ മതവികാരം വ്രണപ്പെടുത്തുക. ഇതിൻ്റെ അർത്ഥം എന്താ? ഓരോ മജിസ്ട്രേറ്റിനും ഓരോ അർത്ഥം കൊടുക്കാതിന്. അതാണ് ഇതിൻ്റെ ദുരിതം. ആ വകുപ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. IPCയിൽ ആ വകുപ്പുണ്ടായിരുന്നില്ല. 1927 എഴുതി ചേർക്കുകയായിരുന്നു അത്, 295A എന്ന് പറഞ്ഞിട്ട്. ആരാധനാലയങ്ങൾ നശിപ്പിച്ചുകൂടാ എന്ന് പറഞ്ഞിട്ട് 295 നമ്പർ നിയമം. പിന്നെയാണ് ഈ മതവികാരം വ്രണപ്പെടുത്തുക എന്ന് പറഞ്ഞ് 295A എന്ന് പറഞ്ഞിട്ട് ഒരു വകുപ്പ് കൂടെ എഴുതി ചേർത്തു. അത് എഴുതി ചേർക്കാൻ കാരണം നമ്മളുടെ മഹാത്മാഗാന്ധിയാണ്. അതായത് ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ലാഹോറിലാണ് അത് സീതാദേവി വ്യഭിചാരിണിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 3 പുസ്തകം ഇറങ്ങി. 3 പാംഫ്ലെറ്റാണ് പുസ്തകം എന്ന് പറയാനില്ല. 3 പുസ്തകം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പുറത്ത് ചൂടായി, ഹിന്ദുക്കൾ ചൂടായി. പക്ഷേ അവർ ഇതുപോലെ പുസ്തകം എഴുതാനും പിടിക്കാനൊന്നും പോയില്ല. അവരുടെ കൂട്ടത്തിൽ ഒരു തമാശക്കാരനുണ്ടായിരുന്നു. അയാൾ രംഗീല റസൂൽ എന്ന് പറഞ്ഞ തമാശ പുസ്തകം എഴുതി. റസൂൽ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ഇപ്പോൾ റസൂലിനെ ഒരു കളർഫുൾ റസൂൽ എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കളർഫുൾ ആക്ടിവിറ്റികളെ എല്ലാം പുകഴ്ത്തിക്കൊണ്ടാണ്, നിന്ദാസ്തുതി എന്ന് പറയുമല്ലോ, ആ സ്റ്റൈലിലാണ് ആ പുസ്തകം. ഒറ്റ വായനയിൽ അപ്രീഷിയേറ്റ് ചെയ്യാണ്. പക്ഷേ ഇത് പാരവെപ്പാണ് മുഴുവൻ. അപ്പോൾ ഇത് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ് കോടതി പറഞ്ഞു ഇതിൽ നിരോധിക്കണം. ഒന്നാമത് പുസ്തക നിരോധനം എന്ന് പറഞ്ഞാൽ ഏർപ്പാട് ഇന്ത്യയിലില്ല, പോടാ എന്ന് പറഞ്ഞിട്ട് വിട്ടു. ഈ പുസ്തകം എങ്ങനെയോ മഹാത്മാഗാന്ധിയുടെ കയ്യിലെത്തി. മഹാത്മാഗാന്ധി എഴുതി, മുസ്ലിങ്ങൾക്ക് ആണത്തമില്ല, ഇത്രയും അപമാനകരമായ ഒരു പുസ്തകം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇത് ആരായിരുന്നു എനിക്ക് അയച്ചു തന്നത് എന്നൊക്കെ ചോദിച്ചു നിശ്ചിതമായിട്ട് വിമർശിച്ച് മുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. വീണ്ടും അടിവഴക്കുമായി. അതിൻ്റെ പ്രസാധകനെ കൊന്നുകളഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഈ 295A എന്നുള്ള വകുപ്പ് ബ്രിട്ടീഷുകാർ എഴുതി ചേർക്കുന്നത്. ആ വകുപ്പ് എടുത്തു കളയേണ്ട കാലം കഴിഞ്ഞു. പക്ഷേ 1954 മുതൽ പലരും ചലഞ്ച് ചെയ്തിട്ടും ഫ്രം 1954 to 2017 ഇതിനെ ചൊല്ലി ഒരുപാട് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കോടതിയിൽ പോയിട്ടുണ്ട്. പക്ഷേ കോടതി സമ്മതിച്ചില്ല. കോടതി ഇപ്പോഴും മതത്തെ കെട്ടിപ്പിടിച്ച് സംരക്ഷിച്ച് ഇങ്ങനെ നിർത്തിയിരിക്കുക. സുപ്രീം കോടതിക്ക് വളരെ പ്രിയപ്പെട്ട മതം, അത് പ്രത്യേകിച്ച് ഒരു മതത്തോട്. അതെ, അല്ല, അതിൻ്റെ കേസ് വരുമ്പോഴാണ് കൂടുതൽ പ്രൊട്ടക്ഷൻ വരുന്നത്. മറ്റേതിന് പ്രൊട്ടക്ഷൻ വരാറില്ല. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഉദയനിധി സ്റ്റാലിൻ അന്ന് സുപ്രീം കോടതി പറഞ്ഞതെന്താ, ആരെങ്കിലും ഇതുപോലത്തെ ഇപ്പോൾ ഇമ്മീഡിയറ്റ് FIR ഇടണം, എല്ലാവർക്കും ബ്ലാങ്കറ്റ് നിർദ്ദേശം കൊടുത്തു. ഉദയനിധി സ്റ്റാലിനെതിരെ FIR ഉണ്ടായില്ല. ആൾക്കാർ ഓടി സുപ്രീം കോടതി പോയി, ഇയാളുടെ കാര്യത്തിൽ FIR ഉണ്ടായില്ല. അത് ബെറ്റർ യു ഗോ ടു ഹൈക്കോർട്ട് ഓർ സംതിങ്, വി ഹാവ് ഇനഫ് മാറ്റർ. തൊട്ടില്ല അതിൽ. കാരണം ഉദയനിധി സ്റ്റാലിനെ ആക്രമിച്ചത് വേറൊരു മതത്തെയാണ്. അതെ,
അത് എല്ലാവർക്കും കൊട്ടാവുന്ന സുപ്രീം കോടതിക്ക് കണ്ടയാണ്. പ്രിയപ്പെട്ട മതത്തെ അല്ല. അല്ല. എന്ത് വാങ്ങിക്കോട്ടെ, അതൊക്കെ വളരെ പലപ്പോഴും ഈ ബഹളം വയ്ക്കുന്നതിൻ്റെ ഇത് അതൊന്ന് ശമിപ്പിക്കുമെന്ന് പറയുമല്ലോ, ആ അർത്ഥത്തിലാണ് നല്ല, അതൊരു പക്ഷപാതമൊന്നും അല്ലാതെ. ഏതായാലും എനിക്കിപ്പോൾ നമ്മൾ ഈ സംസാരിച്ചതിൽ നിന്ന് പൊതുബോധത്തിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം, അതായത് ചിലപ്പോൾ പോപ്പുലർ ഫ്രണ്ട് തിരിച്ചു വരാം, SDP-യെ നിരോധിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത് അത്ര പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്നില്ല. അല്ല, ഈ ഞാൻ പറയുമ്പോൾ ഞാൻ പോപ്പുലർ ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു, SDP-യെ സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ ആയിരിക്കും ആരോപണം വരുന്നത്. ഇത് വസ്തുതകളായിട്ട് മനസ്സിലാക്കണം. എനിക്കിവിടെ ഇരുന്ന് പറയാൻ വളരെ എളുപ്പമാണ്. SDP-യെ 48 മണിക്കൂറിനകം SDP-യെ നിരോധിക്കപ്പെടും. സുനിലൊരു തമ്പുവിടും, TG പറയുന്നു 48 hours വെയിറ്റ്. 1000 പേര് കാണുന്നു, അല്ലെങ്കിൽ 10000 പേര് കാണുന്നു, എല്ലാവർക്കും രോമാഞ്ചം. ഇതുകൊണ്ട് കാര്യമായില്ലല്ലോ. സത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഈ ലീഗലി ഇഫ് സംതിങ് ഈസ് ഡിഫിക്കൽട്ട്, ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്. ഇത് മറ്റേ വഖഫ് ഭേദഗതി നിയമത്തിലും ഒരുപാട് പേര് എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, സാറിങ്ങനെ പറയുന്നു. ഞാൻ പറഞ്ഞു, ഇപ്പോൾ വരാൻ പോകുന്ന ഭേദഗതി വന്ന് പാസ്സായി എന്ന് വയ്ക്കുക, അത് മുനമ്പത്തിന് ബാധകമാകുമോ? പക്ഷെ മുനമ്പംകാർ പറയുന്നുണ്ട് അവർക്ക് ബാധകമാണ്, അവർ വകുപ്പൊക്കെ നോക്കി. നമ്മുടെ ജോഷി മയ്യാറ്റിൽ അച്ഛൻ പലതവണ പറഞ്ഞു കഴിഞ്ഞു, ഞാനത് പരിശോധിച്ചു, ഞങ്ങളുടെ പ്രശ്നം ഇതുകൊണ്ട് പരിഹരിക്കപ്പെടുന്നതാണ്. പരിഹരിക്കപ്പെട്ടാൽ എനിക്കും അതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ ആകെ പറയുന്നത്, ഒരു നിയമം ബാക്ക്ഡേറ്റഡായിട്ട് പാസ്സാക്കാൻ പറ്റില്ലല്ലോ. പ്രോസ്പെക്റ്റീവായിട്ടുള്ള നിയമം പാസ്. അമെൻമെൻറ്റ്സ് ഒക്കെ നോക്കിയതിന് ശേഷം അച്ഛന് ബോധ്യപ്പെട്ടു എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. അല്ല, അമെൻമെൻറ്റ്സ് മുനമ്പത്തിന് ബാധകമായാൽ വേറെ ഒരുപാട് സാധനത്തിന് ബാധകമാകുന്നത്. ഇതുവരെ നടന്ന ഡീൽസ് എല്ലാം റീഓപ്പൺ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് എല്ലാ നിയമങ്ങളും പ്രോസ്പെക്റ്റീവ് ആകുന്നത്, റിട്രോസ്പെക്റ്റീവ് ആവില്ല. ഇനി അച്ഛൻ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് അദ്ദേഹമായിട്ട് തർക്കിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്ക് റിലീഫ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ബട്ട് ഈ ഭേദഗതി വഴി അവർക്ക് റിലീഫ് കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. അച്ഛൻ അത് പറഞ്ഞെങ്കിൽ ഞാനിപ്പോൾ അത് കണ്ടസ്റ്റ് ചെയ്തില്ല. ഇവിടെ ഇല്ലാത്ത ഒരാൾ ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതാണ് ഈ സത്യം പലപ്പോഴും നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന സാധനമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് SDP-ഐ ഉടനെ നിരോധിക്കപ്പെടും. ഞാൻ SDP-ഐ ഒരു നല്ല പാർട്ടിയാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക അങ്ങനെയൊന്നുമല്ല. ഞാനിതിൻ്റെ ലീഗൽ പൊസിഷനാണ് പറയുന്നത്. പോപ്പുലർ ഫ്രണ്ടിനെ 22 വരെ നിരോധിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന ഒരു സത്യമല്ലേ? 5 വർഷത്തേക്ക് നീട്ടാമായിരിക്കാം, എന്തുമായിരിക്കാം. പെർമനൻ്റ് അല്ല ആ നിരോധനം. അവർ തീവ്രവാദി ലിസ്റ്റിൽ പെടുത്തിയിട്ട് UNPA നിയമത്തിൻ്റെ ഷെഡ്യൂളിൽ അവരെ കൊണ്ടുവന്നിട്ടില്ല. ഇതൊക്കെ സത്യമാണ്. ഇതെനിക്കിഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് TG മോഹൻദാസ് പറയുന്ന കളവാണെന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യും? പക്ഷേ നമ്മൾ മുമ്പും പറഞ്ഞതാണ് ഷെഡ്യൂളിൽ PFI ഇല്ല എന്നുള്ളത്. ഇല്ല, അതില്ല. 5 വർഷത്തേക്കാണ് അവരുടെ നിരോധനം. അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് എനിക്കറിയില്ല. അമിത്ഷായ്ക്ക് അറിയാമായിരിക്കാം. ദേ മൈറ്റ് ഹാവ് ദെയർ ഓൺ റീസൺ. ബട്ട് ആസ് ഓഫ് നൗ ലീഗൽ പൊസിഷൻ ഇങ്ങനെയാണ്. നമുക്ക് അതുകൊണ്ട് SDP-യെ എന്ന പൊളിറ്റിക്കൽ പാർട്ടിയെ ഉടനെ നിരോധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതെ, അത് നമുക്ക് പറയാതെ വയ്യ, കടമെടുത്തിട്ട് പറയുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.